നല്ല തിരക്കുണ്ട് റോഡിലൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ച് 8:15 ഇപ്പൊ അവിടെ ആരും കാണാൻ എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് പോവുകയാവുമെന്ന് വിചാരിച്ചു. പിന്നെ എങ്ങനെ കടന്നപ്പോഴാണ് അച്ഛൻ്റെ സ്വരം കേട്ട്. എന്തായാലും ജയ്സൺ അച്ഛൻ നല്ല സന്ദേശം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് തക്ലി പിതാവിനോടാണ് ശരിക്ക് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്. ഞാൻ കരിസ്മാറ്റിക്കിന്റെ ഡയറക്ടറായിരുന്ന സമയത്ത് ഇതുപോലെ കുറേ പ്രാർത്ഥന കൂട്ടായ്മകളുണ്ട്. അപ്പൊ ഒരു വശത്ത് പറയും ഇവരെയൊക്കെ അവസാനിപ്പിക്കണം, ഇവരൊന്നും പാടില്ല എന്ന്. പല വേദികളിലും ചർച്ചകളൊക്കെ വരാറുണ്ട്. അരമനയിൽ അത് ചർച്ചകൾ വരുമ്പോൾ പലരും പറയും അത് നിർത്തണം, അത് പാടില്ല, തുടങ്ങരുത്. അന്ന് തട്ടിൽപിതാവ് ജനറാളച്ചനായിരുന്ന സമയത്തും പിന്നീട് ബിഷപ്പായിരുന്നു പിതാവിന്റെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ സമീപനം എന്ന് പറയുന്നത് ബൈബിളിന്റെ പറഞ്ഞമാതിരി നമുക്കെതിരല്ലാത്തവർ നമ്മുടെ കൂടെയാണെന്നുള്ളൊരു ചിന്തയാണ് പിതാവ്. അപ്പൊ പിതാവ് പറയും നിർത്തരുത്, വേണ്ടെന്ന് പറയരുത്, അവരെ ചേർത്ത് പിടിച്ചോളൂ, കൂടെ നിർത്തിക്കോളൂ എന്നാണ് എപ്പോഴും തട്ടിപ്പിതാവ് പറയാറ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അതിരൂപതയില് പല പേരുകളുടെ ഗ്രൂപ്പുകൾ ഇന്നും അവരുടേതായിട്ടുള്ള ശുശ്രൂഷകളായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രസ്ഥാനം ഇതുപോലെ തുടങ്ങേണ്ട ആശയമൊക്കെ പറഞ്ഞപ്പോഴും ഇതുപോലെ അന്ന് പിതാവായിട്ട് ആലോചിച്ചു. അന്ന് ഞാൻ ഡയറക്ടർ എന്ന നിലയ്ക്ക് അന്നും തട്ടിപ്പിതാവ് പറഞ്ഞത് തന്നെയാണ്, പുറത്താക്കണ്ട, നിർത്തലാക്കണ്ട, ചേർത്ത് പിടിച്ചോളൂ എന്നുള്ളത്. അതുകൊണ്ട് അന്ന് അങ്ങനെ ചേർത്ത് പിടിച്ചത് ഒരു സംരംഭമാണ് ഇന്നും ഇങ്ങനെ വളർന്നൊക്കെ വന്നത്. ഇപ്പോഴും ഓരോ കാര്യങ്ങൾ എന്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ പറയും, ഞാൻ കൂടെ ഇതിന്റെ പുറകിലുണ്ട്, ഡയറക്ടറുടെ കൂടെ ചിന്തിക്കണം, ഒപ്പം നിൽക്കണം എന്ന് പറയും. റോയ് വേളപ്പം വിളിച്ചു